ഈ വർഷങ്ങൾക്ക് ശേഷത്തില് ആക്ച്വലി ലൈക്ക് വയസ്സായിട്ടുള്ള ആ ഒരു ഗെറ്റപ്പില് ഫസ്റ്റ് മേക്കപ്പ് ലുക്ക് ഒക്കെ കഴിഞ്ഞ് മിററിൽ നോക്കിയ ആ ഒരു സീൻ ഉണ്ടല്ലോ, എന്തായിരുന്നു ആക്ച്വലി ലൈക്ക് ആ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മിററിൽ ഇങ്ങനെ നോക്കുമ്പോ? ഒന്ന് അച്ഛനും ലാലേട്ടനും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം പുള്ളി അതെ, ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പൊ അച്ഛൻ കഥ കേട്ടു, ലാലങ്ങള് കഥ കേട്ടു, ലാൽ സാറ് കഥ കേട്ട് ഡേറ്റ് കൊടുത്തു. അച്ഛനും ഏകദേശം ആ സമയമായപ്പോഴേക്കും ഫ്രീ ആയിരുന്നു. പെട്ടെന്ന് അച്ഛന് ചെറിയൊരു വയ്യായിക വന്നപ്പോൾ ഒരു മാസം മുന്നെയാണ് എന്നോടും പ്രണവിനോടും പറയുന്നത് ഈ അവര് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. ഞങ്ങളല്ലെങ്കിലേ ഇത് ബാക്കി അതിന് മുന്നത്തെ തന്നെ എങ്ങനെ ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവരുടെ കുട്ടിക്കാലം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കത് അത് തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പൊ ഈ 10-65-70 വയസ്സുള്ള റോളൊക്കെ നമ്മളൊരു തയ്യാറെടുപ്പും ഇല്ലാതെ അപ്പൂൻ വേറെ 2 വർഷത്തിന് മുന്നേ അഭിനയിച്ചതാണ്. അപ്പോൾ ഞാനും അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ചേട്ടൻ മൂപ്പര് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിങ്ങനെ ഒരു സാധനം ചെയ്യണം, അവര് രണ്ടുപേരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഇതെങ്ങനെ ചെയ്യും, ഇതൊരു ലുക്ക് വ്യത്യാസങ്ങളൊക്കെ വെക്കണം. അപ്പോ അങ്ങനെ ഈ ലുക്ക് ഇത് കിട്ടി ഒരു സൈഡ് മാത്രം വടിക്കാൻ പറഞ്ഞു ചേട്ടൻ. ഈ സൈഡ് മുടി ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കണ്ണാടിയൊക്കെ വെച്ച് ഡൈ ഒക്കെ ഇട്ട് ഒരു ചെറിയ ലുക്ക് ടെസ്റ്റ് ആണ്. അത് ലുക്ക് ടെസ്റ്റ് നടത്തുന്നത് അന്ന് രാവിലെ ഷൂട്ട്. കാരണം തലേദിവസം വരെ ഞാൻ വേറൊരു പടത്തിൽ വക്കീലായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. 365 ദിവസവും സിനിമയിൽ ലോകത്താറുണ്ട്. ആ ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുക, വീട്ടിലുള്ളവര് ഇങ്ങോട്ടേക്ക് വരുക. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് നമ്മളെയൊക്കെ ടി വിയിലും ഇതിലൊക്കെ നോവിയണ്ണായിട്ട് ഇതുപോലത്തെ ഒരു ലുക്കൊക്കെ ചെയ്തിട്ട് വരുവാണെങ്കിൽ, നമുക്ക് അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ആൾക്കാർക്ക് കൺവിൻസിങ് ആവില്ല. ഒന്ന് നമ്മളെ ഡെയിലി ഡിജിറ്റലിലും യൂട്യൂബിലൊക്കെ കാണുമല്ലേ. അപ്പൊ അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ഇവനല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ക്യാരക്ടർ തീർന്നു. അപ്പൊ ചേട്ടൻ അത് കണ്ടിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണൊക്കെ നിറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതോ ഒരു സ്ഥലത്ത് കേരള കഫേ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അച്ഛൻ ഇതുപോലെ കുറച്ച് മുടിയൊക്കെ അടിച്ചിട്ട് ഒരു കണ്ണാടിയൊക്കെ ഇട്ടിട്ട് വന്ന സമയത്ത് അച്ഛനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു അച്ഛനെ പോലെ അച്ഛനെ പോലെ. അപ്പൊ ആ ഒരു വിഷമത്തിലൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു, ഇത് ചെയ്യുന്നു, നോക്കുന്നു. അപ്പൊ കുറച്ചുപേരൊക്കെ കണ്ടതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ലുക്ക് വൈസ് പക്ക. അപ്പൊ കാണാൻ പ്രണവ് വേറൊരു ലുക്കില് മുടിയൊക്കെ വളർത്തിയിട്ട് പ്രണവ് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞ അപ്പൊ ഒരു സീന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതൊരു കുഴപ്പമില്ല, കൺവിൻസിങ് ആണെന്ന് തോന്നി. അപ്പൊ ഞാനത് ട്രെയിലർ ആദ്യം വന്നപ്പോ തന്നെ താഴെ നമ്മള് തേറി നോക്കുമല്ലോ, കമന്റ്സ് നോക്കുമല്ലോ. അപ്പൊ അതില് വലിയ രീതിയിൽ തരക്കേടില്ല, ആരും ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ ഭയങ്കര പ്രത്യേകിച്ച് മലയാളികളെ ഓഡിയൻസിനെ നമുക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് ഓവറൊക്കെ വരുത്തിയിട്ട് വയസ്സാം കാലത്തെ ലുക്കൊക്കെ വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുക, എല്ലാം കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് തീരെ എളുപ്പമല്ല. ആ രീതിയിൽ ആ ലുക്ക് വൈസ് ഞാൻ സേഫായി, എന്തോ ദൈവഭാഗ്യം കൊണ്ട്. നമ്മൾ ഈ സ്ഥാനത്ത് ലാലേട്ടനെയും ശ്രീനിവാസൻ ചേട്ടനെയാണ് ലൈക്ക് അവര് ഈ ഒരു മൂവി ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഇത്ര ഉണ്ടാവില്ലായിരുന്നു. ഇതാണ് മകൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.